പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നന്ദിയുടെ ദിവസമാണ്. കാരണം 4 ദിവസം ദൈവം അത്ഭുതകരമായ വിധത്തിലാണ് കേട്ടോ കുട്ടികളെ റിട്രീറ്റൊക്കെ കടന്നുപോയത്. ഞാൻ കുറേ സമയം ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. പിന്നെ കുട്ടികളൊരു കാര്യം പറഞ്ഞു കേട്ടോ, എല്ലാ കുട്ടികളെയും കണ്ട് എൻ്റെ അച്ചോ ആ ഡോർമെട്രിയിൽ കിടക്കാൻ പറ്റുന്നില്ല, നേരെ ആ ഷീറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ചൂട് വരികയാണ്, ഞങ്ങൾക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഭയങ്കര ചൂട്. അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ എങ്ങനെയെങ്കിലും ഇത്തവണ നമുക്ക് പരമാവധി വേഗത്തിൽ ഞാൻ സീലിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഫണ്ടൊക്കെ ഷോർട്ടേജ് ഉള്ള കാരണമാണ് നമ്മളത് ചെയ്യാതിരുന്നത്. ഞാൻ പിള്ളേർ ഭയങ്കരമായിട്ട് പറഞ്ഞതിനോട് അച്ഛാ കിടക്കാൻ പറ്റുന്നില്ല അച്ഛാ. അപ്പോൾ മുതിർന്നവരുടെ ധ്യാനത്തിന് പിന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുമായിരിക്കും. അപ്പോൾ ഞാനും വിചാരിച്ചു സാരല്ലേ, അത് ഇപ്പോൾ അത്ര വലിയ ഒരു എമർജൻസി ആയിട്ട് എനിക്കും ഞാനും അത് ആ ചൂട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ഇവിടെ ഇരിക്കാറ്. അപ്പോൾ പിള്ളേർ ഇത് പറഞ്ഞപ്പോൾ എനിക്കും അപ്പം ഇത്തവണ എന്തായാലും ഞാൻ എങ്ങനെയെങ്കിലും അത് ഒന്ന് നമ്മളുടെ ആ സീലിംഗ് ഒന്ന് ശരിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർത്തേക്കണം കേട്ടോ. ഹല്ലേലൂയ. പിന്നെ ഇന്ന് അപ്പം കുട്ടികൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം ഒരു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. അച്ഛൻ്റെ കൂട്ടായ്മയിൽ ഇന്ന് അച്ഛൻ പ്രഭാതത്തിൽ ശക്തമായൊരു ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ കുറേ സമയം ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രഭാഷക പുസ്തകം 9:11. അവിടെ വചനം പറയാണ്, പാപിയുടെ ഭാഗ്യത്തിൽ അസൂയപ്പെടരുത്, അവൻ്റെ അവസാനം നിനക്കറിയില്ലല്ലോ. ഇത് പറയുമ്പോൾ പ്രിയ സഹോദരങ്ങൾ, അച്ഛനെ കണ്ട കുറേ പേര് പറഞ്ഞു, അച്ഛാ ഞങ്ങളിങ്ങനെയൊക്കെ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും അവരുടെ തോന്നിയാസം ജീവിക്കുകയാണ്, അവർക്ക് എന്ത് സുഖാച്ചാ, അവർക്ക് ഒരു കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നു. കുട്ടികൾ മാത്രമല്ല കേട്ടോ, മുതിർന്നവരുടെയും ഇതല്ലേ. ശരിക്കും പ്രിയ സഹോദരങ്ങളെ, നിത്യത എന്ന കാര്യത്തെക്കുറിച്ച് ധ്യാനിക്കാതെ ഒരിക്കലും നമുക്കിതിന് വേണ്ട വിധത്തിൽ ആൻസർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ചിലപ്പോഴൊക്കെ എനിക്ക് പ്രിയ സഹോദരൻ, എനിക്ക് പട്ടം കിട്ടി 16 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യത്തിൻ്റെ ഇതിനകം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ പുറമേ കാണുന്നതല്ല അകം. അത് വീടിൻ്റേതാണെങ്കിലും വ്യക്തിയുടേതാണെങ്കിലും പുറമേ കാണുന്നതല്ല അകം. അതൊന്ന് മനസ്സിലാക്കിയത് നന്നായിരിക്കും. കർത്താവേ, ഈ ഒരു വചനത്തിൻ്റെ ഉൾപ്പൊരുൾ കർത്താവെ വെളിപ്പെടുത്തി കൊടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എപ്പോഴും എന്നേക്കും ആമേൻ.